ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണ്, നബി തങ്ങൾ പറഞ്ഞത് സംഭവിക്കണ്ടേ, അത് സംഭവിക്കാതെ ലോകം അസ്തമിക്കില്ല കേട്ടോ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാ, ലാ തദ്ഹബിൽ അയ്യാമു വൽ ലയാലി കമാ ഹത്താ യഖ്ലുഖൽ ഖുർആൻ في صدور أقوام من هذه الأمة كما تخلق الثياب ويكون ما سواه أعجب لهم. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, രാത്രിയും പകലും നശിക്കുകയില്ല, രാത്രിയും പകലും തകരുകയില്ല, അതായത് ലോകം അസ്തമിക്കുകയില്ല. ഹത്താ യഖ്ലുഖൽ ഖുർആൻ, പരിശുദ്ധമായ ഖുർആൻ പഴകിച്ച് ദ്രവിച്ച് തുരുമ്പ് പിടിക്കുന്നതുവരെ. ഫീ സുദൂരി അഖ്വാമിൻ മിൻ ഹാദിഹിൽ ഉമ്മ, എന്റെ സമുദായത്തിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഈ പരിശുദ്ധമായ ഖുർആൻ കമാ തഖ്ലുഖു സിയാബു, പഴഞ്ചൻ വസ്ത്രം പഴകി നശിച്ച് ദ്രവിച്ചു പോകുന്നത് പോലെ ഈ ഖുർആൻ തന്റെ സമുദായത്തിന്റെ കൽബിന്റെ ഉള്ളിൽ ദ്രവിച്ചു പോകുന്ന ഒരു കാലം വരാതെ ലാ തഖൂമുസ്സാ, ലോകം അസ്തമിക്കുകയേ ഇല്ല. നബിയുനാ റസൂലുള്ളാഹി പറഞ്ഞ വാക്കാണ്. എന്ന് പറഞ്ഞാൽ ഈ സമുദായം, എന്റെ സമുദായത്തിനോട്, എന്റെ സമുദായത്തിന് ഖുർആനിനോട് ഒരിഷ്ടം ഉണ്ടാവൂല, ഖുർആനിനോട് ഇഷ്ടം ഉണ്ടാവൂല. അങ്ങനെ ഒരു കാലം വരും. ഇഷ്ടം ഇതിനോടായിരിക്കും. വയകൂനു മാ സിവാഹു അഅജബ ലഹും, ഖുർആനല്ലാത്ത ഭൗതികമായ രസാനുഭൂതികളോടാണ് എന്റെ സമുദായത്തിന് ആഗ്രഹമുണ്ടാവുക. അങ്ങനെ ഒരു കാലം വരാതെ ലോകമസ്തമിക്കില്ല സഹാബ. അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനോട് പറഞ്ഞപ്പോ, അവയകൂനു ദാലിക യാ റസൂലല്ലാഹ്, അങ്ങനെ ഒരു കാലം വരുവോ നബിയേ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറുപടി പറഞ്ഞു, നഅം വ അശദ്ദ മിൻഹു, അതിനേക്കാൾ കടുപ്പമേറിയ കാലം വരും സഹാബാ. ഇപ്പൊ ഈ വാലിന്റെ സദസ്സിൽ ആളില്ലാത്തൊന്നും വലിയ കാര്യമില്ല. ഇനി ആള് വാലിന്റെ സദസ്സിൽ കൂടുന്ന ഒരു കാലം ഉണ്ടാവും. അത് നബി പറഞ്ഞു, ഞാൻ പറഞ്ഞ അതീത് പറഞ്ഞുതരാം. പക്ഷെ വാല് കേൾക്കാനല്ല അവർ വരുന്നത്, അവര് വരും ഭയങ്കര ആളായിരിക്കും, ഭയങ്കര ആളായിരിക്കും. ഇദാ കതുറ ഖുതബാഉ മനാബിരികും ഐ വതുതവ്വലുൽ മനാബിർ വതുക്സറു സുഫൂഫ്, ധാരാളം ധാരാളം പ്രഭാഷണങ്ങൾ കൊടുമ്പിരി കൊള്ളുകയും സഫുകളായിട്ട് കൂട്ടം കൂട്ടമായി ജനങ്ങൾ ഒഴുകുകയും ചെയ്യുന്ന ഒരു കാലം വന്നാൽ, ഇന്ന മിൻ ഇഖ്തിറാബിസ്സാ, അത് ഖിയാമത്തിന്റെ അടയാളമായി നിങ്ങൾ കരുതണേ. കാരണം വഖുലൂബുഹും മുതബാഗിളാ വഅൽസിനതുഹും മുഖ്തലിഫാ, ആ വാള് കേൾക്കാൻ വരുന്നവരുടെ കൽബുകളെല്ലാം ക്രോധം കൊണ്ടും കോപം കൊണ്ടും നിറഞ്ഞു തുളുമ്പിയതായിരിക്കും സാബത്തെ. അവർ വാള് കഴിഞ്ഞങ്ങോട്ടിറങ്ങിയാൽ വഅൽസിനതുഹും മുഖ്തലിഫാ, അവരുടെ നാവുകളുടെ ചർച്ച വിഭിന്നമായ ചർച്ചകളായിരിക്കും കേട്ടോ. ശരിയല്ലേ? ഇത് നാവ് കൊണ്ട് ചർച്ച ചെയ്യണ്ട, കമന്റ് അടിക്കുന്നത് എന്താ? ഈ വാലിന്റെ താഴോട്ടാണ്. ഇപ്പൊ ഈ വാലിന്റെ സൈറ്റ് എടുത്ത് വെച്ചിട്ട് എന്നെ അടിയിലോട്ട് നോക്ക്. ഇപ്പൊ നമുക്കെതിരെ ബോംബ് വിട്ടുകൊണ്ടിരിക്കുന്നതാണ് ഓരോരുത്തർ. ആലിമ്യങ്ങൾ പറയുമ്പോൾ അതിനെതിരെ താഴെ ഇങ്ങനെ കമന്റ് വിട്ടുകൊണ്ടേയിരിക്കും, ആളുകൾ കമന്റ് വിട്ടുകൊണ്ടേയിരിക്കും. അങ്ങനെ ഇത് ഞാനിങ്ങനെ പറഞ്ഞാണ് ആരോ കമന്റ് വിട്ടു, മൊയ്ലിയാരെ ഇപ്പൊ ഒന്നും വാലിനൊന്നും ആളൊന്നും കൂട്ടില്ല, നിങ്ങളൊക്കെ കള്ളത്തരമൊക്കെ ജനങ്ങൾക്ക് മനസ്സിലായി, നിങ്ങളുടെ കള്ളത്തരമൊക്കെ ജനങ്ങൾക്ക് മനസ്സിലായി. ആ പറഞ്ഞവൻ ശൈത്താനായി. കാരണം ഞാൻ ഹദീസ് ഓതിയത് കള്ളത്തരം എന്ന് പറഞ്ഞവൻ ഏറ്റവും വലിയ കള്ളനായി. ഹദീസ് ഓതിയിട്ട് പറഞ്ഞത് ഇത് കള്ളവാണെന്ന് പറഞ്ഞവൻ ആരായി? ഏറ്റവും വലിയ കള്ളനായി. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞ യാഥാർത്ഥ്യം. ഒരുപാട് ആളുകൾ കൂടിയൊരു സമയമില്ലായിരുന്നു. വേദന എന്തായിരുന്നു സംഭവം? ഇവ അടക്കമില്ല,
ഇപ്പൊ തെക്കുമില്ല, പടിഞ്ഞാറുമില്ല, കിഴക്കുമില്ല, എല്ലാം ഇങ്ങനെ തന്നെ ഉള്ളൂ. പിന്നെ പണ്ട് പോലെ എനിക്കൊരു കസ്റ്റമർ ഉണ്ട്, അത് ഇങ്ങനെ തന്നെയാണ്, പണ്ട് മുതൽ ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ആ കസ്റ്റമർ ഇപ്പോഴും കാണും, മരണം വരെ കാണുമെന്ന് പ്രതീക്ഷിക്കാം. പിന്നെ നമുക്ക് ഈ വലിയ ആളിന്റെ മുന്നിൽ കിടന്ന് അടിച്ചു പൊളിച്ച് പ്രസംഗിക്കുന്ന ശൈലിയൊന്നും അബൂബക്കറിനെ അപേക്ഷിച്ചിടത്തോളം ഇല്ല. 10 പേര് മതി, 10 പേര്. തിൽക അശറത്തും കാമില. ഇൽമു കേൾക്കാൻ വരുന്നവർക്ക് വിളമ്പി കൊടുക്കുക, ഭക്ഷണം വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ്. അല്ല ഇവിടെ മൊത്തം അടിച്ച് തിരിഞ്ഞ് ഗ്രൗണ്ടൊക്കെ നിറച്ച് പടക്കം പൊളിച്ചിട്ട് ഇത് ബാല് കേൾക്കാനല്ല. ഈ ഉമ്മത്ത് നന്നാവേ ഇല്ല. ആര് നന്നായി പറ ഹബീബേ, ആര് നന്നായി? എന്തായിരുന്നു ബാല്? 10,000 പേരുടെ മുന്നിൽ പ്രസംഗിച്ചിട്ടുണ്ട് ഞാൻ. 10,000 കണക്കിൽ 8,500 കസേര സംഘാടകരെടുത്ത ചരിത്രമുണ്ട്. എനിക്ക് മാത്രമല്ല, ഇവിടുത്തെ ഓരോ പ്രാസംഗികമാർക്ക് 30,000 കസേര അവരെടുത്ത് ഫുൾ ആളുണ്ടായിരുന്നു. ഈ വാല് കെട്ടി ഉമ്മത്ത് നന്നായിരുന്നെങ്കിൽ കേരളം ഇപ്പൊ എന്തായാലും മക്കയായാലും, കേരളം മക്ക മദീനയായി മാറിയത്. ഇത്രയും പേര് വല്ല നന്നായി വല്ല മാറ്റം ഉണ്ടോ? ഏറ്റവും കൂടുതൽ ഇപ്പൊ കഞ്ചാവ് കച്ചവടക്കാണ് നമ്മുടെ കൗണ്ട്. ഈ അടുത്ത സമയത്ത് ഇന്നലെ പിടിച്ചാരാ? ഇത്രയും താടിയുള്ള ഒരു കളവൻ, തൊപ്പിയും വെച്ചിട്ട് ഇത്രയും താടിയുണ്ട്, തൊട്ടടുത്ത് ശിഷ്യൻ തൊപ്പിയുണ്ട്, താടിയുണ്ട്, ഷേഖും മുരീദും കൂടി 12 കിലോ കഞ്ചാവ് കടത്തുമായിരുന്നു. പൊക്കി, ഇത്രയും താടിയുണ്ട്. പത്രത്തിൽ കണ്ടാരല്ലോ? അൽഹംദുലില്ലാഹ്. കണ്ടെന്ന് നിങ്ങളാരെങ്കിലും ഒരാൾ പറയുമ്പോഴേ എനിക്ക് മനസ്സമാധാനം, അല്ലെങ്കിൽ ഞാൻ ഇത് തള്ളിയിട്ട് പോയെന്ന് പറയും. ഇപ്പൊ തള്ളാൻ പറ്റൂലല്ലോ, ഈ സാമാനം ഇരിക്കല്ലേ. ഈ സാമാനം ഇരിക്കുമ്പം സത്യാവസ്ഥ മുസ്ലിയാർ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഉടനെ ചോദ്യം ഉണ്ടാവുമല്ലോ, ഇത് എവിടെ നിന്ന് അയാൾ ഈ പറയുന്നത്, അല്ലെങ്കിൽ എവിടെ ഉണ്ട്, ചുമ്മാ തള്ളാതെ മൊയിലാരെന്ന് പറയും, അതും പറയും. അതുകൊണ്ട് ഈ സാധനം ഉള്ളതുകൊണ്ട് ഞാനതുകൊണ്ട് ധൈര്യമായിട്ട് പറയും. എൻ്റെ വിഷയത്തിൽ ഞാൻ പറയുന്നതിൽ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അബൂബക്കറിനോട് ചോദിക്കുക. അത് വേറെ മൊയിലാരോടും കമൻ്റൊന്നും അടിച്ചിട്ട് കാര്യമില്ല, നേരെ ഇങ്ങോട്ട് ചോദിച്ചോളൂ. ഞാൻ പോകുന്നതിനുള്ളിൽ എന്നോട് ചോദിച്ചോളൂ ഇൻഷാ അല്ലാഹ്, അല്ലെങ്കിൽ മരിക്കുന്നതിനുള്ളിൽ ചോദിച്ചോളൂ, ഒരു കുഴപ്പമില്ല. ഞാൻ പ്രസംഗിച്ചാണെങ്കിൽ അതിന് ഞാൻ മറുപടി തരാം. അല്ല വേറെ ആരെങ്കിലും പ്രസംഗിക്കുന്നുണ്ടെന്ന് എനിക്ക് മറുപടി തരാനുള്ള അവകാശമില്ല. അത് അവരോട് പോയി ചോദിക്കുക, എൻ്റെ കാര്യം എന്നോട് ചോദിക്കുക. അപ്പൊ അതുകൊണ്ടാ പറഞ്ഞത് വഅള് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പൊ ഈ നാടെന്ന് പറഞ്ഞാൽ താച്ചമുക്ക, ഈ പരിസരം എല്ലാം മുസ്ലിങ്ങളാണ് അല്ലേ? ഈ പരിസരങ്ങളെല്ലാം മുസ്ലിങ്ങളാണ്, ഇവിടെ എല്ലാ മുസ്ലിം സഹോദരങ്ങളാണ്. അവര് വന്നാല് ഈ പരിസരത്ത് ഇത് പോരാ, ഇതുപോലെ ഇനി ഇതിന്റെ മുകളിലും കൂടെ വേണം കസേര. അതിലെ ഒരു 10% വന്നാൽ എനിക്കൊന്ന് ഇതൊന്നും ഇവിടെ ഉള്ളവരായിരിക്കുമല്ലോ, എനിക്ക് ഇച്ചിരി ദൂരത്തൊക്കെ വന്നവരായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നത് കണ്ടിട്ട്. എന്തായാലും സുഹൃത്തുക്കളെ, സഹോദരങ്ങൾ, ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് ത്യാഗം സഹിച്ചു വരാൻ ഓടി വന്ന് എന്തിനാ ഇവിടെയൊക്കെ ഈ ആകെ ജുമാക്ക് മാത്രം ഒന്ന് പോയിട്ട് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനുണ്ട്. അതിനെല്ലാം കഴിഞ്ഞിട്ട് ഓടി വരുന്ന ഉസ്താദെ 9 മണിക്കാന്ന് പറഞ്ഞ് ഭക്ഷണം പോലും കഴിച്ചാൽ ഓടി വരും. അവിടെ 9 മണിക്ക് വന്നപ്പം മലക്കും ജിന്നും ഇരിപ്പുണ്ട്. അവരൊക്കെ ഞാൻ സലാം പറഞ്ഞിട്ട് ഞാൻ പിന്നെ പള്ളിയിൽ പോയിട്ട് സ്കെച്ചിട്ട് വന്നു. പിന്നെ ഇൻസ് വന്നു. ആദ്യം മലക്കും ജിന്നും ഇരുന്നാണ്. നിങ്ങൾക്കൊക്കെ അവരെ കാണാൻ പറ്റിയോ? നമ്മൾ കണ്ട് സലാം പറഞ്ഞു. അപ്പൊ ആളുകൾക്ക് വാള് കേൾക്കുന്നവരോട് താല്പര്യമില്ല. ബീവേ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലാ തസാലുൽ ഖൗമു അലാ ശരീഅത്തിൻ ഹസനത്തിൻ മാ ലം തൽഹർ ഫീഹിം സലാത്ത്. എന്റെ സമുദായം പരിശുദ്ധമായ ശരീഅത്തിൽ ഉറച്ചു നിൽക്കുന്ന കാലത്തോളം അൽഹംദുലില്ലാഹ് ലോകമസ്തമിക്കില്ല കേട്ടോ. പക്ഷേ അവർ വഴുതി പോകുന്നത് എപ്പോഴാണെന്നറിയുമോ? 3 കാര്യങ്ങൾ വെളിപ്പെട്ടാൽ എന്റെ സമുദായം ശരീഅത്തിൽ നിന്ന് തെറിച്ചു പോകും കേട്ടോ. ഞങ്ങൾ പറഞ്ഞാണ്, മുസ്ലിം സമുദായം ശരീഅത്തിൽ നിന്ന് മാറിപ്പോയാൽ പോയി തൊലഞ്ഞു, തകർന്നു എന്നാണ് അതിന്റെ അർത്ഥം. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 3 കാരണങ്ങളാണ് പറഞ്ഞത്. അതിലൊന്നാമത്തെ കാരണം മാലം തൽഹർ ഫീഹി അൽ ഇൽമു. അല്ലാഹുവേ പടച്ചവനെ, പരിശുദ്ധമായ ഇൽമു എന്ന് നിന്നു പോകുന്നുവോ അതോടെ എന്റെ സമുദായം ദീനിൽ നിന്ന് വഴുതി പോകുമത്രേ. സമുദായം പഴിച്ചു പോകുന്നു. 3 കാര്യം നബിതങ്ങൾ പറഞ്ഞു. ഈ 3 കാര്യം വെളിപ്പെടുന്നതിന് മുമ്പ് എന്റെ സമുദായം പിഴയ്ക്കൂല. ഇത് വെളിപ്പെട്ടാൽ എന്റെ സമുദായം പിഴച്ചു എന്ന് പറഞ്ഞാൽ ശരീഅത്തിൽ നിന്ന് പോകുന്നു, കുത്തൊഴുക്കായിരിക്കും, ശരീഅത്തിൽ നിന്ന് പോകും. 12 വർഷം ആലിമായി ഡിഗ്രി എടുത്തവൻ ഇന്ന് നിരീശ്വരവാദിക്ക് വേണ്ടി പ്രസംഗിക്കുകയാ. ഖുർആനും ഹദീസും വെച്ചവൻ കളിക്കുകയാണ്.
വേറെ കുറെ പെണ്ണുങ്ങളെ വിവരമില്ലാത്ത കുറെ എണ്ണം ഖുർആനും ഹദീസും വെച്ച് അവരും കളിക്കുകയാ. എത്രയെത്ര കുബുദ്ധിജീവികളാണ് ഖുർആനും ഹദീസും വെച്ച് കളിക്കുന്നത്. അവരൊക്കെ കളിക്കാൻ എന്താ അവകാശം? ഖുർആന്റെ അർത്ഥം എന്താണെന്ന് അവർക്കറിയോ? ഖുർആൻ പറഞ്ഞാൽ എന്താണെന്നറിയോ? ഇവരൊക്കെയാണ് പറയുന്നത്. അബൂബക്കറിന് മറുപടി ഖുർആൻ ഓതിയതിനും ഹദീസ് ഓതിയതിനും ഒക്കെ ഈ ആയുധ വന്നാൽ കഴിവാത്തവളും മൂത്രമൊഴിച്ചാൽ കഴിവാത്തവളും ഇവളൊക്കെ വന്നിട്ടാണ് പരിശുദ്ധ ഖുർആനിനെ കുറിച്ച് ഇവിടെ നമുക്ക് പഠിപ്പിച്ചു തരാൻ വേണ്ടി വരുന്നത്. ഏതോ മദ്രസയിലൊക്കെ പോയപ്പോൾ ഏതോ ഉസ്താദ് കയറി പിടിച്ച അവള് വല്ല ചുമ്മാ ആർക്കണക്കെ കൊടുക്കാൻ പോയി കാണും. അതിനിപ്പോൾ ഉസ്താദന്മാരെ പിടിക്കേണ്ട കാര്യമുണ്ടോ? അതൊക്കെ ഇങ്ങനെ ആലിമികളെ വെച്ച് നബിതങ്ങളെ വെച്ച് അസ്തഗ്ഫിറുല്ലാഹ് പറയുന്ന വാക്ക് കേട്ടാലേ അതൊക്കെ പുഴുത്ത് ചത്തുപോട്ടെ, ഇതൊക്കെ പുഴുത്ത് നാറി ചാവണം. അള്ളാന്റെ റസൂലിനെ വേദനിപ്പിച്ചവളുമാര് ഈ ദുനിയാവിൽ റാഹത്തായിട്ട് പോയിട്ടില്ല. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ച ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ഞാനിന്ന് ജുമാക്ക് പ്രസംഗിച്ചാണ്, ഞാനത് പറഞ്ഞുതരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ച ഒരു അമുസ്ലിമായ വ്യക്തി ഉണ്ടായിരുന്നു. ഉഖബത്ത് ബിൻ മുഈത്ത് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം നല്ല സ്വഭാവത്തിന്റെ ഉടമയാണ്. എന്ന് പറഞ്ഞാൽ ഭക്ഷണം വെച്ചിട്ട് ധാരാളം ആളുകൾക്ക് കൊടുക്കും. ഭക്ഷണം വെച്ച് എല്ലാവർക്കും കൊടുക്കും അദ്ദേഹം. അങ്ങനെ അദ്ദേഹം അന്നഹു സനഅ തആമൻ ഫദഅ അന്നാസ വദഅ റസൂലല്ലാഹ്, ജനങ്ങളെ ക്ഷണിച്ചു, ഹബീബായ തങ്ങളെ ക്ഷണിച്ചു. ജനങ്ങളെയും ക്ഷണിച്ചു, നബിതങ്ങളെയും ക്ഷണിച്ചു ഭക്ഷണം കഴിക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി അത്രയ്ക്കും വലിയ ബന്ധമുള്ള വ്യക്തിയാണ്. ഹബീബായ തങ്ങൾ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് വന്നപ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ ഫലമ്മാ ഖുദ്ദിമ ഇലൈഹി തആമു ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ അന ബിആകുലിൻ ഹത്താ തശ്ഹദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നീ റസൂലുള്ളാഹ്. ഞാൻ നിന്റെ ഈ ഭക്ഷണം കഴിക്കണമെങ്കിൽ ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതെ ആരുമില്ല എന്നും ഞാൻ അവന്റെ ദൂതനാണെന്ന് നീ സാക്ഷ്യം വഹിച്ചാലല്ലാതെ ഞാൻ ഈ ഭക്ഷണം കഴിക്കുകയില്ല എന്ന് അദ്ദേഹത്തിന്റെ മുന്നിൽ വെച്ച് നബി തങ്ങൾ വാശി പിടിച്ചു. അപ്പോൾ ഫശഹിദ, അദ്ദേഹം ഷഹാദത്ത് കലിമ ചൊല്ലി, മുസ്ലിമായി. ഇദ്ദേഹത്തിന്റെ കൂട്ടുകാരനായിരുന്നു ഉബയ്യ് ഇബ്നു ഖലഫ് ലഅനത്തുല്ലാഹി അലൈഹി. അല്ലാഹുവിന്റെ റസൂലിന്റെ ബദ്ധവൈരിയായ ഏറ്റവും വലിയ ശത്രുവായ ഉബയ്യ് ഇബ്നു ഖലഫ് അല്ലാഹുവിന്റെ റസൂലിന്റെ വിരോധിയാണ്. ഉബയ്യ് ഇബ്നു ഖലഫിന്റെ കൂട്ടുകാരനാണ് ഈ ഉഖബത്ത് ഇബ്നു മുഈത്ത് എന്ന് പറയുന്ന വ്യക്തി. ആരോ പോയി ഉബയ്യ് ഇബ്നു ഖലഫിനോട് പറഞ്ഞു, നിങ്ങളുടെ സുഹൃത്തിതാ മതം മാറി ഇസ്ലാമിലേക്ക് പോയിരിക്കുകയാണ്. ഫലമ്മാ ഉഖ്ബിറ ബിദാലിക, അദ്ദേഹത്തിന് ഇതിന്റെ വാർത്ത ലഭിച്ചപ്പോ അദ്ദേഹം തന്റെ സുഹൃത്തായ ഉഖബത്തിനെ വിളിച്ചിട്ട് പറയുകയാ, യാ ഉഖബ സബഅത, ഏ ഉഖബത്തെ നീ മതം മാറിയോ? ഉടനെ അദ്ദേഹം പറഞ്ഞില്ല, പിന്നെ നീ മുഹമ്മദിന്റെ മുന്നിൽ വെച്ച് ഷഹാദത്ത് കലിമ ചൊല്ലിയവനല്ലേ? ഉടനെ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഭക്ഷണത്തിന് വേണ്ടി സദ്യക്ക് വേണ്ടി ജനങ്ങളെ ക്ഷണിച്ച കൂട്ടത്തിൽ മുഹമ്മദിനെ ക്ഷണിച്ചു. എല്ലാവരും ഒരുമിച്ചുകൂടി ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോ മുഹമ്മദ് പറഞ്ഞു, ഷഹാദത്ത് കലിമ ചൊല്ലിയില്ല എങ്കിൽ ഞാൻ ഈ ഭക്ഷണം കഴിക്കുകയില്ല എന്ന് എന്നോട് പറഞ്ഞു. അതവർ നമ്മളെ ബന്ധത്തിന്റെ പേരിലാണ്, മഹബത്തിനെ നിർബന്ധിച്ചതല്ല. നമ്മളൊക്കെ ഓരോരുത്തരോട് ഇങ്ങനെ പറയാറില്ലേ, ഞാൻ വരാം, അങ്ങോട്ട് വരാം, പക്ഷെ നീ ഇന്നിവിടെ വരാം, നീ എന്നും വരാം എന്ന് കളിയാക്കിയിട്ടില്ലേ എന്നൊക്കെ നമ്മൾ പറയാറില്ല. അതേപോലെ ഒരു വക അല്ല, ആള് കെട്ടായത് പറഞ്ഞ ഒരു പക്ഷെ നിർബന്ധിച്ചുണ്ടോ ഷഹാദത്ത് കലിമ ചൊല്ലിയാലേ തിന്നുള്ളൂ, അങ്ങനെയല്ല എൻ്റെ അർത്ഥം. നമ്മൾ സാധാരണ പറയുന്നല്ലേ, നിങ്ങൾ പറഞ്ഞു നീ എന്നും പറയാൻ ഷഹാദത്ത് കലിമ ചൊല്ലാൻ വിശ്വസിക്കാന്നൊക്കെ പറഞ്ഞല്ലേ, അന്ന് ദീനിന്റെ പ്രബോധന രംഗത്ത് നബി നിൽക്കല്ലേ, ഓരോ വ്യക്തികളെയും പരിശുദ്ധ ഇസ്ലാം എന്തെന്ന് പഠിപ്പിച്ചു കൊടുക്കല്ലേ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ പറഞ്ഞപ്പോ ഞാൻ അത് ഏറ്റെടുത്തു. അദ്ദേഹം എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് ഫസ്തഹയൈതു അൻ യഖ്റുജ മിൻ
നിന്നെ ഞാൻ ഇഷ്ടപ്പെടണമെങ്കിൽ, തൃപ്തിപ്പെടണമെങ്കിൽ നീ മുഹമ്മദിന്റെ അരികിലേക്ക് പോയിട്ട് മുഹമ്മദിന്റെ മുഖത്ത് നീ കാർക്കിച്ചു തുപ്പണേ. എന്റെ തൃപ്തി നിനക്ക് വേണോ? ഇപ്പൊ ഓരോ മുസ്ലിങ്ങൾക്ക് അവരുടെ നിലനിൽപ്പിന് വേണ്ടി അമ്പലത്തിലും പോവും, പൂജയും ചെയ്യും, തേങ്ങായും ഉടയ്ക്കും, അവിടെ പോയിട്ട് നിലവിളക്കം കത്തിക്കും, അവിടുന്ന് കിട്ടുന്നതും കോരി കുടിക്കും. കാരണം നിലനിൽക്കണ്ടേ. അപ്പൊ അതൊരു മതേതരവാദിയായി മാറി. അങ്ങനെയാണ് ഇപ്പൊ കൂടുതലും ഓരോ നേതാക്കന്മാര്. കർണാടകയിൽ ഒരു നേതാവുണ്ട്, അദ്ദേഹം മുസ്ലിമാണ്. അദ്ദേഹം പോയിട്ട് അമ്പലത്തിൽ പോയിട്ട് ഇങ്ങനെ ഉരുളും. മുസ്ലിമാണ്, പോയി ഉരുളും ഒക്കെ. എന്തിനു വേണ്ടിയിട്ട്? കാഫറായില്ലേ. ഇതൊക്കെ ഈ ഷിർക്കിനെ സപ്പോർട്ട് ചെയ്യുന്ന എന്തിനാണ്? 10 വോട്ടിന് വേണ്ടിയിട്ട്. ഈമാന്റെ അംശമുണ്ടോ? ഈമാനികപരമായിട്ടൊരു അംശമുണ്ടോ? ഒരു നേതാവുണ്ടായിരുന്നു, അയാൾ ചത്തുപോയി, നാമധാരിയ മുസ്ലിം. അപ്പൊ ഒരു മനുഷ്യ ദൈവത്തിന്റെ മുന്നിൽ പെട്ട് പറഞ്ഞു, ഈ ദൈവത്തെക്കാൾ വലിയൊരു ദൈവം വേറെ ഇല്ലാന്ന്. അവൻ ചത്തുപോയി. അപ്പൊ അങ്ങനെ അധികാരത്തിന് വേണ്ടി ദുനിയാവിൽ കുറച്ച് ജീവിക്കാൻ വേണ്ടി ഇങ്ങനെ വിളിച്ചു പറഞ്ഞവന്മാരുണ്ട്. അപ്പൊ അങ്ങനെ പറയുന്നവരുണ്ട്. അപ്പൊ അവർക്ക് സപ്പോർട്ട് ചെയ്തേ പറ്റുള്ളൂ. അപ്പൊ ഉബയ്യ് ബിൻ ഖലഫ് പറഞ്ഞു, എന്റെ തൃപ്തി നിനക്ക് വേണോ? നീ മുഹമ്മദിന്റെ മുഖത്ത് തുപ്പ്, കാർക്കിച്ച് തുപ്പ്, അല്ലാതെ രക്ഷയില്ല. ഇദ്ദേഹത്തിന്റെ തൃപ്തി എടുത്ത അവിടുത്തെ മേയറല്ലേ. അങ്ങനെ ഉഖബത്ത് ബിൻ മുഈത്ത് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖത്ത് പോയി കാർക്കിച്ച് തുപ്പുകയാ. പക്ഷേ ആ തുപ്പലുണ്ടല്ലോ, ഫതർജിഉ അലാ വജ്ഹി ഫഹറഖഹു, അവന്റെ ആ തുപ്പല് തിരിച്ചവന്റെ മുഖത്തേക്ക് മടങ്ങി വന്ന് അവന്റെ മുഖം മുഴുവനും കരിച്ച് ചാമ്പലാക്കി കളഞ്ഞില്ലേ. അവൻ നാളെ ആഖിറത്തിൽ വന്ന് വിരല് കടിച്ചിട്ട് പറയുന്ന രംഗം ഖുർആൻ നമ്മളെ അറിയിക്കുകയാണ്. ഇന്ന് കേവലം ദുനിയാവിന്റെ ഒരു പദവിക്ക് വേണ്ടി, ഒരു പ്രതാപത്തിന് വേണ്ടി 10 പേര് സോഷ്യൽ മീഡിയയിൽ കൈയടിക്കുന്നതിന് വേണ്ടി, ലൈക്ക് അടിക്കുന്നതിന് വേണ്ടി, കുറെ വ്യൂസ് കിട്ടുന്നതിന് വേണ്ടി പരിശുദ്ധ പ്രവാചകനെയും ഇസ്ലാമിനെയും പണ്ഡിതന്മാരെയും താറടിക്കുന്ന വൃത്തികെട്ട ജനതയുണ്ടല്ലോ. അവർക്കിതൊരു പാഠമാകട്ടെ. ഹബീബായ തങ്ങളുടെ മുഖത്ത് കാർക്കിച്ചു തുപ്പിയവന്റെ മുഖം അല്ലാഹു ദുനിയാവിൽ വെച്ച് കരിച്ചു കളഞ്ഞെങ്കിൽ ഇവൻ നാളെ ആഖിറത്തിൽ വരുമ്പോ അവന്റെ വിലാപം പരിശുദ്ധ ഖുർആൻ തന്നെ വ്യക്തമാക്കുകയാ. അവൻ പറയുകയാണ്, വയൗമ യഅല്ലു ളാലിമു അലാ യദൈഹി യഖൂലു യാ ലൈതനി ഇത്തഖൽതു മഅർ റസൂലി സബീലാ യാ വൈലതാ ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീലാ لقد أضلني عن الذكر بعد إذ جاءني وكان الشيطان للإنسان خذولا. പരിശുദ്ധമായ ഖുർആനാണ്. ആ ഖുർആന്റെ ആയത്ത് ഇവന്റെ പേരിൽ ഇറക്കിയതാണ് കേട്ടോ. അതിൽ നിങ്ങൾ ഒരു സംശയവും വേണ്ട. ഹബീബിനെയും ശരീഅത്തിനെയും ആര് കളവാക്കിയോ, അതിനെ ആരും നിന്ദിച്ചോ, ദുനിയാവിൽ വെച്ചവർ അനുഭവിച്ചേ ചത്തുപോകൂ. പരിശുദ്ധ ഖുർആന്റെ വാക്യമാ, വയൗമ യഅല്ലു ളാലിമു അലാ യദൈഹി. അഹങ്കാരികളും തെമ്മാടികളും നാളെ അവരുടെ വിരലുകൾ കടിക്കുന്ന ദിവസമുണ്ടല്ലോ. യഖൂലു, അവർ പറയുമത്രേ, യാ ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീലാ. പടച്ചവനേ, ഭൗതികമായ രസത്തിനു വേണ്ടി, ഭൗതികമായ പദവിക്ക് വേണ്ടി, ക്ഷണികമായ നൈമിഷികമായ ഒരധികാര കസേരയ്ക്ക് വേണ്ടി അല്ലാ
അള്ളാഹുവിന്റെ റസൂലിനെയും ദീനിനെയും തള്ളിപ്പറഞ്ഞവനാണ് ഞാൻ, തള്ളിപ്പറഞ്ഞവളാണ് ഞാൻ. അല്ലാഹുവേ ലഖദ് അളല്ലനി അനി ദിക്രി ബഅദ ഇദ് ജാഅനി. പരിശുദ്ധമായ ദീന് അത് സത്യമാണെന്ന് മനസ്സിലായിട്ട് ഞാൻ പിഴച്ചു പോയല്ലോ അല്ലാ. പിശാചിത ഞങ്ങളെ കൈവിട്ട് കളഞ്ഞല്ലോ അല്ലാ. അന്ന് ആ പ്രവാചകനെ ഞങ്ങൾ സത്യസന്ധനായ പ്രവാചകനായി അംഗീകരിച്ചിരുന്നുവെങ്കിൽ ആ പ്രവാചകൻ പരിചയപ്പെടുത്തിയ ഏകനായ റബ്ബിനെ അവനല്ലാതെ ആരാധ്യനില്ല എന്ന് ഞാൻ അന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഇന്ന് എന്റെ വിരലുകൾ കടിക്കേണ്ട ഗതികേട് വരുമായിരുന്നില്ലല്ലോ. ഞങ്ങളെ പിഴപ്പിച്ചു കളഞ്ഞത് ദുനിയാവിലെ ഞങ്ങളുടെ നേതാക്കന്മാരാണ്. ആർക്കെല്ലാം എതിർക്കാൻ പറ്റുമോ? ദീനല്ല അവർക്ക് വലുത് ഹബീബേ, ദീനല്ല വലുത്. അതുകൊണ്ട് പരിശുദ്ധ ദീനിനെ കളവാക്കി പൈസ ഉണ്ടാക്കുന്നവൻ, പരിശുദ്ധ ദീനിനെയും ഹദീസുകളെയും ഉലമാക്കളെയും പണ്ഡിതനെയും പ്രവാചകനെയും ഒക്കെ സോഷ്യൽ മീഡിയയിലിട്ട് നാണം കെടുത്തിയിട്ട് പണം ഉണ്ടാക്കുന്നവൻ നല്ല രീതിയിൽ ചത്തുപോവില്ല കേട്ടോ, ചത്തുപോവില്ല, പുഴുക്കും. അതാ പറഞ്ഞത് ഖുർആന്റെ ആയത്തായത്. എത്ര സംഭവം ഞാൻ പറഞ്ഞറിയാം, എനിക്കറിയാം, ഞാൻ കണ്ട സംഭവങ്ങളൊക്കെ ഒരുപാടുണ്ട്. എന്തിനാ പറയുന്നതൊക്കെ ആലിമീങ്ങൾ ഇതെടുത്ത് പറയുന്നു എന്നേ ഉള്ളൂ. ഈ ഹദീസുകൾ ആരുടേതാ? നബിതങ്ങളുടെ റിസാലത്തിന്റെ നബുവത്തിന്റെ നാവ് കൊണ്ട് പറഞ്ഞതാണ്. ഉലമാക്കൾ ഇത് പറയുന്നേ ഉള്ളൂ. അതുകൊണ്ട് ഉലമാക്കളെ കുറ്റം പറയണ്ട, നമ്മൾ വലിയ തികഞ്ഞവരൊന്നുമല്ല. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് കൂടെ കേട്ടോ. യഅതി അലന്നാസി സമാൻ, ഒരു കാലം എന്റെ സമൂഹത്തിന്റെ മേൽ സംജാതമാകും. ലാ യുത്തബഉ ഫീഹി അൽ ആലിമു, അന്ന് ആലിമീങ്ങൾ പറയുന്ന വാക്കുകൾ ഈ സമുദായം കേൾക്കില്ല കേട്ടോ. വലാ യുസ്തഹിയാ ഫീഹി മിനൽ ഹലീം, ഉലമാക്കളെ ബഹുമാനിക്കുന്ന ആണും പെണ്ണും അന്നുണ്ടാവില്ല കേട്ടോ. ശരിയല്ലേ? ശരിയാണോ? നിങ്ങളിപ്പോ ഭരണിക്കാവി ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളടുത്ത് ചോദിക്കാൻ പറ്റുന്നില്ല. ഇവിടെ അടുത്തായിരുന്നെങ്കിൽ നിങ്ങളെ മുഖത്തേക്ക് നോക്കിയിട്ട് ഞാൻ ചോദിച്ചതിന് ശരിയായിരുന്നോ. ഇങ്ങനൊന്ന് വാതിനൊക്കെ അടുപ്പിച്ചിരുത്തണം. സ്റ്റേജിനോട് ഉസ്താദിനോട് അടുത്തിരിക്കുമ്പോഴേ നമ്മുടെ കൽബും സാമ്യങ്ങളുമായിട്ടൊരു ബന്ധം ഉണ്ടാവുള്ളൂ. നിങ്ങളൊക്കെ 7 വർഷമൊക്കെ പരിപാടി നടത്തിയ സംഘാടകരല്ലേ, ഇവരോടൊക്കെ എന്തെങ്കിലും ഒന്ന് ചോദിക്കാൻ പറ്റുമോ? ഉണ്ടോ ഈ ഹയാത്തോടുണ്ടോ മൗത്തിലാണോ? ഇതൊന്നും മനസ്സിലാവുന്നില്ല. ഒരു ബഹറിനപ്പുറത്താണ്. അല്ല, ഹന്തക്ക് യുദ്ധം കേട്ടില്ല. ഹന്തക്ക് ഇത് എന്താ? ഹന്തക്ക് എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് ഒരു കുഴി, ഇങ്ങോട്ടാരും വരാതിരിക്കാൻ. അതാണ് ഇപ്പം ഇവിടെ സംഭവിച്ചത്. ഈ നഗറിന് നമുക്ക് ഹന്തക്ക് നഗർ എന്ന് പേരിടാം. ഇടയ്ക്കൊരു ഹന്തക്കുള്ളതുകൊണ്ട്. അല്ലെങ്കിൽ ഈ സ്റ്റേജ് അവിടെ ആയിരുന്നെങ്കിൽ തൊട്ടടുത്ത ആളുകൾ നമ്മുടെ അടുത്ത് കിട്ടും. അവരുടെ മുഖത്ത് നോക്കിയിട്ട് അവരുടെ പ്രതികരണം എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിപ്പോൾ അവിടെ ഇരുന്ന് ഉറങ്ങിയാലും ആരും അറിയുന്നില്ല, ബീഡി വലിച്ചാലും ആരും അറിയില്ല, ചാറ്റിയാലും ആരും അറിയില്ല, മെല്ലെ ഫോണെടുത്ത് ചെവി വെച്ചുകൊണ്ട് പാഞ്ഞാലും ആരും അറിയില്ല. ഇത് മുന്നിൽ ഇരിക്കുമ്പോൾ ഉറങ്ങാൻ ഞാൻ സമ്മതിക്കൂല, ഫോൺ വിളിക്കാൻ സമ്മതിക്കൂല, മെസ്സേജ് വിടാൻ സമ്മതിക്കൂല. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കും, ഞാനീ പറയുന്നത് ചോദിച്ചുകൊണ്ടിരിക്കും, ശരിയോ അപ്പോൾ അവർ പറയും ശരിയാണെന്ന്. ഇപ്പം ആരുടെ അടുത്ത് ചോദിക്കാനൊന്നും പറ്റുന്നില്ല. പിന്നെ വന്നതിന് വേണ്ടി അങ്ങ് പറയാം. കുടുംബജീവിതം വെച്ചിരിക്കുക, കുടുംബമൊക്കെ കേട്ട് എന്ത് ചെയ്യാൻ? വേറെ ജോലിയൊന്നുമില്ലേ? കുടുംബജീവിതത്തെക്കാൾ ഈ പറയുന്നല്ലേ നല്ലത്. കുടുംബജീവിതം വെച്ചിട്ട് അവന്മാർ വേറെ ആളെ കൊണ്ട് വിളിപ്പിച്ച് പറഞ്ഞു ഉസ്താദിൻ്റെ അടുത്ത് ഇച്ചിരി കടുപ്പം കുറച്ച് പറയണത്. എന്തിനാ പിന്നെ ഇത്ര ത്യാഗം? എനിക്ക് കടുപ്പം കുറച്ചുള്ള പരിപാടി എനിക്കറിയില്ല. എനിക്ക് ഉള്ളത് ഓണം പോലെ പറയുക ആ സിസ്റ്റക്കാരൻ അബൂബക്കർ. അത് എവിടെ ആയാലും ശരി, ഈ കടുപ്പം കുറച്ച് പരിപാടിയോ അല്ല. ഹദീസല്ലേ, ഹദീസ് പിന്നെ അങ്ങനെ കടുപ്പം കുറച്ച് പറയുന്നേ? ഹദീസ് കടുപ്പം കുറച്ച് പറയാൻ പറ്റൂലല്ലോ. ഹദീസിനകത്തുള്ളതല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അല്ല, എനിക്ക് വേറെ മാറ്റി വെച്ചിട്ടൊരു അഡ്ജസ്റ്റ്മെന്റ് നമുക്ക് നടക്കൂല. അങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് പ്രസംഗിക്കുന്നത് പിഴച്ച പണ്ഡിതന്മാരാണെന്ന് ഹദീസ് ഞാൻ പറഞ്ഞു. അതാ കേട്ടോളി. ഇദാ റകന ഉലമാഉകും ഇലാ ഉലാതികും ഫഅഹല്ലൗ ലഹും അൽ ഹറാമ വഹറമു അലൈഹിം അൽ ഹലാല ഫഅഫ്തൗഹും ബിമാ യസ്തഹൂൻ.
ജനങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ പ്രസംഗിക്കാനും വഅദ് പറയാനും അവരിഷ്ടപ്പെടുന്നത് പോലെ ഫത്വ കൊടുക്കാനും ഹലാലിനെ ഹറാമാക്കാനും ഹറാമിനെ ഹലാലാക്കാനും ഒരു വിഭാഗം പണ്ഡിതന്മാർ ലോകത്തുണ്ടാകും വരെ ലാ തഖൂമുസ്സാ, ലോകം അസ്തമിക്കില്ല കേട്ടോ. അങ്ങനെ ഉണ്ടാകുന്ന പണ്ഡിതന്മാര് അവർ നിങ്ങളുടെ സൗകര്യം അനുസരിച്ചുള്ള വാദം പറഞ്ഞു തരും, നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് ഫത്വ തരും. നിങ്ങൾക്ക് ഹലാലാക്കണമെങ്കിൽ ഹലാലാക്കി തരും, ഹറാമാണെങ്കിൽ ഹറാമാക്കി തരും. ഏത് വേണമെന്ന് ചോദിച്ചാൽ മതി, അയാൾക്ക് എന്തെങ്കിലും കൈമടക്ക് കൊടുക്കണം, അത്രയേ ഉള്ളൂ. അങ്ങനെയുള്ള പണ്ഡിതന്മാരുണ്ട്. ഈ ഫാന് മലക്കിന് വേണ്ടിയിട്ട് വെച്ചിട്ട് പോയതാണ്, മലക്കുകൾക്ക് വേണ്ടിയിട്ട് വെച്ചാണ്. ഒരു ഇൻസ് ഇവിടെ ഇരിപ്പുണ്ട്, ഒന്നിലിട്ട് ചെറുതാക്കി. അപ്പം മൈക്കിൽ കുഴപ്പമില്ലായിരിക്കട്ടെ, മൈക്കിൽ അടിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ വെച്ചത്. ഇച്ചിരി ഈ സ്പീഡ് കുറഞ്ഞ ഫാനായിരുന്നേ കുഴപ്പമില്ല, അല്ലെങ്കിൽ താഴെ വെക്കാം. അബീവേ താഴെ വെച്ച പൊക്കമൊന്നും വേണ്ട, എനിക്കൊരു ചെറുതായിട്ട്. അൽഹംദുലില്ലാഹ്, അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അത് ഒരു ചെറിയ ചൂട് കിട്ടിയാൽ മതി. കുഴപ്പമില്ല, അത് മതി, അത് മതി. അല്ലാഹുവേ, ഇപ്പൊ ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പൊ ഇൽമില്ല എങ്കിൽ നമ്മൾ ശരീഅത്തിൽ നിന്ന് പുറത്തു പോകും. അതുകൊണ്ട് ഇൽമ ആവശ്യമാണ്. ഇൽമ ആവശ്യത്തിന് ഇതേപോലുള്ള വഅദ് വേണം. ഇതിപ്പോൾ എത്രയോ ചെലവ് ചെയ്ത് നമ്മുടെ ഈ പാവപ്പെട്ട കുറേ ചെറുപ്പക്കാർ, ഇന്നത്തെ ചെറുപ്പക്കാരെന്ന് പറഞ്ഞാൽ എല്ലാം പഴച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് ഇവരെ പിടിച്ചു നിർത്തി ഇതുപോലുള്ള നന്മയായ കാര്യങ്ങൾക്ക് വേണ്ടി ഒരു കൂട്ടം യുവാക്കൾ രംഗത്ത് വരുമ്പോൾ നമ്മൾ അവരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കല്ലേ വേണ്ടത്? പ്രോത്സാഹിപ്പിക്കല്ലേ വേണ്ടത്? എല്ലാം പഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. കാരണം നമുക്ക് നമ്മുടെ മക്കളെ നഷ്ടപ്പെടുകയാണ്. മാതാപിതാക്കൾക്ക് പോലും തന്റെ മക്കളെ കുറിച്ച് ഉത്തരവാദിത്തമില്ല. മക്കൾക്ക് വേണ്ടി ദുആ ചെയ്ത വാപ്പാമാർ എൻ്റെ മുന്നിലുണ്ടെങ്കിൽ ഇന്ന് നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്ത വാപ്പാമാരൊന്ന് കൈപൊക്ക്. ഇന്ന് വെള്ളിയാഴ്ച ദിവസം തൻ്റെ മക്കൾക്ക് വേണ്ടി, എൻ്റെ മക്കളെ നന്നാക്കണേ പടച്ചവനെ, സ്വാലിഹാക്കണേ പടച്ചവനെ, അള്ളാഹു നിന്റെ പൊരുത്തത്തിലാക്കണേ പടച്ചവനെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്ത വാപ്പമാരുണ്ട്, കൈപൊക്ക്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 പേര്. ആരും ചെയ്തില്ല. ചെയ്യാത്ത തന്നെ മറന്നു പോകുന്നതുകൊണ്ട് അശ്രദ്ധ കൊണ്ടുപോകണം. എന്നിട്ട് മക്കൾ അങ്ങനെ പോയി ഇങ്ങനെ പോയി. നമ്മൾ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യും. ഇനി അതിന് രണ്ടാമത് കൈപൊക്കാൻ പറയത്തില്ല, എന്നറിയോ? ആരും പൊക്കൂല. എൻ്റെ മകൻ ഈമാനോട് ജീവിച്ച് ഈമാനോട് മരിക്കണമല്ല എന്ന് പറഞ്ഞ് ദുആ ചെയ്തവരാണോ? പടച്ചവനെ, ദുബായിക്ക് പോയിട്ട് ജോലിയൊന്നും ആയില്ല, അല്ല എങ്ങനെയെങ്കിലും നീ ഒരു ജോലിയാക്കി കൊടുക്കണം. വീട് വെച്ചിട്ടില്ല, പടച്ചവനെ വീടാക്കണം. ഒരു പെണ്ണ് കെട്ടിട്ടില്ല, ഒരു പെണ്ണിനെ കെട്ടണം. 5-6 പോയി നോക്കി, ഒന്നും ശരിയാവുന്നില്ല, ഒന്ന് കബൂലാക്കി കൊടുക്കണം. അല്ല ഒന്ന് റാഹത്ത്. ഒരു കട ഇട്ടിട്ടുണ്ട് പടച്ചവനെ, അതൊന്നും കച്ചവടമൊന്നും ആയിട്ടില്ല, കസ്റ്റമറിനെ കിട്ടുന്നില്ല, നീ അതൊന്ന് റാഹത്താക്കി കൊടുക്കണം. അല്ല ഈ ഉംറയ്ക്കും ഹജ്ജിനും ഒക്കെ പോകുമ്പോൾ ഈ ചെയ്യുന്ന മക്കൾക്ക് കൊണ്ടുള്ള ദുആ, ആ ദുആ എവിടത്തേക്കാ? ദുനിയാവിൻ്റെ കാര്യം, ആഖിറത്തിന്റെ കാര്യത്തിന് വേണ്ടി. എൻ്റെ മോനെ ഈമാനോടെ നീ മരിപ്പിച്ച് സ്വർഗം കൊടുക്കണേ അല്ലാ എന്ന് പറഞ്ഞ് ദുആ ചെയ്തവരുണ്ടോ? ഒന്ന് കൈവക്കാം. അവർ മാത്രമേ വെക്കാവൂ. 4 പേര്. എല്ലാവർക്കും അല്ലാഹ് കൊടുക്കട്ടെ. അങ്ങനെ അപ്പൊ ഞാൻ പറഞ്ഞു ശരിയല്ലേ? മക്കൾക്ക് വേണ്ടി ഉസ്താദ് ദുആർക്കാൻ പറഞ്ഞു, അത് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്തിനു വേണ്ടി? അപ്പൊ ഭൂരിപക്ഷവും ആളുകൾ എന്താണെന്നറിയോ? ആഗ്രഹം എന്താ? ദുനിയാവ്. ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞാണ്. കുറ്റം പറയല്ല കേട്ടോ, ആരെയും കുറ്റം പറയില്ല. എല്ലാവർക്കും അല്ലാഹു നല്ല കൂലിയും നല്ല ആരോഗ്യവും നല്ല സമ്പത്തും ബർക്കത്തും ഒക്കെ അല്ലാഹ് തരട്ടെ. നമുക്ക് ദ്വാരക്കാം. നല്ല രാവാണ്. ഞാൻ കുറ്റം പറയല്ല, ഞാൻ ചിന്തിക്കാൻ പറഞ്ഞ സംഭവം ശരിയല്ലേ? ആദ്യം 10 16 17 പേര് കൈവക്കി, രണ്ടാമത് പറഞ്ഞപ്പോൾ 4 പേരെ വെക്കി. ശരിയല്ലേ ഉസ്താദ്? നിങ്ങൾ സാക്ഷിയല്ലേ? അല്ലെങ്കിൽ പിന്നെ ഞാൻ ചുമ്മാ തള്ളിയെന്ന് പറയും. അതിനാണ് നിങ്ങളെ ഒരാളെ ഇവിടെ കൊണ്ടിരുത്തിയിരിക്കുന്നത്. എന്താ ഇപ്പൊ നമ്മുടെ ലക്ഷ്യം? ദുനിയാവ് അല്ലേ? ദുനിയാവിന്റെ കാര്യം നടക്കണം. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. ദുനിയാവ് ചോദിച്ചാൽ നിങ്ങൾക്ക് ദുനിയാവ് അല്ലാഹു തരും കേട്ടോ. ആഖിറം ചോദിച്ചാൽ അല്ലാഹു നിങ്ങൾക്ക് ആഖിറം തരും കേട്ടോ. എന്നാൽ ദുനിയാവും ആഖിറവും മിങ്കിളാക്കി ചോദിച്ചാൽ ഇത് രണ്ടും അല്ലാഹു നിങ്ങൾക്ക് തരും കേട്ടോ. അതിൽ ഒരു കുറവും അല്ലാഹു വരുത്തുകയില്ല കേട്ടോ.
فمن الناس من يقول ربنا آتنا في الدنيا وما له في الآخرة من خلاق ومنهم من يقول ربنا آتنا في الدنيا حسنة في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار അല്ലാഹുവേ ദുനിയാവിലും നന്മ നീ ഞങ്ങൾക്ക് നൽകണേ, ആഖിറത്തിലും അതേപോലെ നന്മ നൽകി ഞങ്ങളെ നീ സ്വീകരിക്കണേ. ആ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി എക്സ്ട്രാ നമ്മൾ ചോദിക്കുകയാണ്, വഖിനാ അദാബന്നാർ, നാളെ കത്തിജ്വലിക്കുന്ന നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണേ അല്ലാ. ആരാണോ അങ്ങനെ ദുആ ചെയ്യുന്നത്, ഉലൈക ലഹും നസീബും മിമ്മാ കസബൂ, അവർ വന്നതുകൊണ്ടും അവർ അറഫയിൽ നിന്നതുകൊണ്ടും അവർ പ്രയത്നിച്ചതുകൊണ്ടും അവരുടെ ദുആ കൊണ്ടും അവർ ചോദിച്ചത് കരസ്ഥമാക്കി, അവർ കഷ്ടപ്പെട്ടതിന്റെ പ്രതിഫലം അവർ സ്വന്തമാക്കി. രണ്ടും അല്ലാഹു കൊടുത്തു. ചിലര് ദുനിയാവ് ചോദിക്കുള്ളൂ, ദുനിയാവ് കൊടുക്കും. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ വരുന്ന സമയത്ത് അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വഹാബാക്കളോട് പറയുകയാ, ഹിജ്റക്ക് വേണ്ടി നിങ്ങൾ തയ്യാറായിക്കോ. അവിടെ ഒരു കാമുകനും കാമുകയുണ്ടായിരുന്നു. ഭയങ്കര പ്രണയമാണ്, കൈവിട്ട പ്രണയം, ഒരു രക്ഷയുമില്ല. അവൾ അവനോട് വിളിച്ചു പറഞ്ഞു, പ്രവാചകൻ എല്ലാവരോടും ഹിജ്റയ്ക്ക് പോകാൻ പറഞ്ഞിരിക്കുകയാ, അതുകൊണ്ട് ഞാനും ഞങ്ങളുടെ വാപ്പായും ഉമ്മായും ഒക്കെ പോവുകയാ, നീയും ഞങ്ങളുടെ കൂട്ടത്തി വരണേ, മദീനയിൽ പോയി പെണ്ണ് കെട്ടാം. അങ്ങനല്ലയോ ഇവിടുന്ന്, അങ്ങനെയല്ല നമ്മൾ ഇവിടുന്ന് കാമുകന്മാർ ഇവളെല്ലാം അറിയിച്ചു കൊടുക്കുക രഹസ്യമുണ്ട്. നാളെ ഞങ്ങളൊക്കെ ദുബായിക്ക് പോവാ, നീ ഒരു വിസിറ്റിംഗ് വിസ എടുത്തിട്ട് അങ്ങനെ പറഞ്ഞ, പ്ലീസ് എടാ എൻ്റെ ചക്കര എല്ലോടെ കഷ്ടമല്ലോട്, നീ എന്നെ വിട്ടിട്ട് പോകല്ലോട്, നീ എന്നെ കൂടെ പോകാം, ഞാൻ വേണമെങ്കിൽ വിസയുടെ പൈസ ഒക്കെ തരാം, ഗൂഗിൾ പേ തന്നാൽ മതി, അടിച്ചു കൊടുക്കാം. അങ്ങനെയാണ് ഈ പ്രേമം മൂത്ത പിന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അത് മൂത്ത് കഴിഞ്ഞാൽ വലിയൊരു സാധനമായിട്ട് മാറി. ലൈവ് ഇരിക്കുന്നുണ്ട് പറയാൻ പറ്റൂല, അല്ലെ ഞാൻ പറഞ്ഞു തന്നേരം. ലൈവൊക്കെ ഉള്ളപ്പോൾ ഞാൻ ഇച്ചിരി പിടിച്ചൊക്കെ സംസാരിക്കില്ല. എന്തിനാ നീ വെറുതെ ഇട്ട് പിത്തനെ പേടിച്ചിട്ടൊന്നല്ല, ചുമ്മാ നബി തങ്ങളുടെ അതിലിട്ട് അലക്കണ്ടല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എന്താ പറഞ്ഞറിയുണ്ടോ, അന്നും പ്രണയത്തിന്റെ പേര് ഹിജ്റ. ഇന്ന് ഹിജ്റ അല്ലേ? ഹിജ്റ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു നാട് വിട്ട് യാത്ര. ഇന്ന് എത്ര എണ്ണം ഒളിച്ചോടുന്നു, അതാ ഒളിച്ചോട്. അത് പിന്നെ ഒളിച്ചല്ല ഓടിയത്, അത് അവിടെ നിന്നിട്ട് ആ ദാറുൽ കുഫറിൽ നിന്ന് ദാറുൽ ഇസ്ലാമിലേക്ക് പോവാണ്. ഇന്നത്തെ ഈ ഹിജ്റ എന്ന് പറഞ്ഞാൽ, ഹിജ്റ എന്ന് പറഞ്ഞാൽ മൻ ഹജറ മിനൽ ഹറാമി ഇലൽ ഹലാൽ, ഹറാം വിട്ട് ഹലാലിലേക്ക് ഹിജ്റ പോവാ, അതാണ് ഹിജ്റ ഇന്നത്തെ സാഹചര്യത്തിൽ. അല്ല നമ്മളിവിടെ നിന്നിപ്പം പാണ്ടക്കെട്ടും തൂക്കിക്കൊണ്ട് അങ്ങോട്ട് ഓടാനാണ്. ഹലാലായ കാര്യങ്ങളിലേക്ക് ഹറാമിൽ നിന്ന് ഹിജ്റ പോവാ, അതാണ് ഏറ്റവും വലിയ ഹിജ്റ. ഹറാമിൽ നിന്ന് ഹലാലിലേക്ക് പറ്റുമോ? ആർക്കെങ്കിലും ഹിജ്റ പോകാൻ പറ്റുമോ? ധൈര്യമുണ്ടോ ഈ ഹിജ്റ ചെയ്യാൻ? എന്നെ കൊണ്ട് പറ്റൂല, നിങ്ങളെ കൊണ്ട് പറ്റുമോ? ഹറാമിൽ നിന്ന് ഹലാലിലേക്ക് പോകാൻ പറ്റുമോ ഹിജ്റ? അതാണ് ഒറിജിനൽ ഹിജ്റ. പറ്റുമോ? ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഫമൻ കാനത് ഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി ഫഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി. ആ പെണ്ണ് പറഞ്ഞത് ആരോ നബി തങ്ങളുടെ ചെവിയിലെത്തിച്ചു. അല്ലാഹുവിന്റെ റസൂൽ മിമ്പറിൽ കയറി നിന്നിട്ട് വിളിച്ചു പറഞ്ഞു, സ്വഹാബാക്കളെ, ആരെങ്കിലും അല്ലാഹുവിനും അവന്റെ റസൂലിനെയും ലക്ഷ്യമിട്ടുകൊണ്ട് ഹിജ്റ ചെയ്താൽ തീർച്ചയായും അവർക്ക് അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും കരസ്ഥമാക്കാം. ഫമൻ കാനത് ഹിജ്റതുഹു ഇലദ്ദുനിയാ, ഇനി മക്കയിൽ നിന്ന് മദീനയിൽ പോയി കച്ചവടം ചെയ്ത് നമുക്ക് അവിടെ ജീവിക്കാം എന്ന് ദുനിയാവ് ലക്ഷ്യമിട്ട് ആരെങ്കിലും ഹിജ്റ ചെയ്താൽ യുസീബുഹാ, അവർക്കവിടെ വലിയ മുതലാളിയായി മാറാൻ കേട്ടോ.
മറിച്ച് ഫമൻ കാനത് ഹിജ്റതുഹു ഇലാ ഇംറഅത്തിൻ, ആരെങ്കിലും ഒരാള് ഒരു പെണ്ണിനെ പ്രണയിച്ചിട്ട് ആ മദീനയിലേക്ക് അവള് പോകുമ്പോ അവളുടെ പിന്നാലെ ഹിജ്റ പോകുന്ന പോലെ പോയിട്ട് അവളെ പ്രണയിച്ച് കല്യാണം കഴിക്കാനാണ് ലക്ഷ്യമിട്ട് പോകുന്നതെങ്കിൽ ഫഹിജ്റതുഹു ഇലാ മാ ഹാജറ ഇലൈഹി, അവൻ ഉദ്ദേശിച്ചതുപോലെ യതസവ്വജുഹാ ഔ യുൻകിഹുഹാ, ആ പെണ്ണിനെ അവൻ കല്യാണം കഴിക്കും കേട്ടോ. പക്ഷേ അല്ലാഹുവിനെയോ അവന്റെ റസൂലിനെയോ അവർക്ക് ലഭിക്കില്ല. ഇന്നമൽ അഅ്മാലു ബിന്നിയാത് വ ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവാ, മനുഷ്യൻ എന്താണോ അവൻ നിയ്യത്ത് വെച്ച് കരുതിയത് അത് മാത്രമേ അവന് ലഭിക്കുകയുള്ളൂ കേട്ടോ. അതിനപ്പുറം ഒന്ന് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുക പോലും വേണ്ട. പെണ്ണിനെ ലക്ഷ്യമിട്ട് ഹിജ്റ ചെയ്തവന് പെണ്ണ് കിട്ടും, കച്ചവടം ലക്ഷ്യമിട്ട് ഹിജ്റ ചെയ്തവന് കച്ചവടം കിട്ടും. അല്ലാഹുവിനെ വേണം റസൂലിനെ വേണം എന്ന് നിയ്യത്ത് ചെയ്ത് ഹിജ്റ ചെയ്തവൻ ആരാണോ അവർക്ക് അല്ലാഹുവിനെ ലഭിക്കും, ആദരവായ റസൂലുള്ളാഹി തങ്ങളെ ലഭിക്കും കേട്ടോ. നബിയുടെ റസൂലുള്ളാഹി. നമ്മുടെ ലക്ഷ്യം എന്താ? നമ്മൾ ഈ വാളിന് വന്നതിന്റെ ലക്ഷ്യം എന്താ? എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ വാളിന് വന്നത്? ഇപിയെ കാണാനാണോ അല്ലെ കുറച്ച് ഇൽമ കേൾക്കാനാണോ? നമ്മൾ ചിന്തിക്കുക. നമ്മൾ മുണ്ട കൊടുത്ത് നടക്കുന്ന പറഞ്ഞാൽ പോലും ഒരു മനസ്സിലാവില്ല. ഫാൻസ് ഫാൻസ് ഇപി ഫാൻസ് അങ്ങനെ കുറെ പറഞ്ഞു. ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നെ നമ്മുടെ പേരുകൾ ഫാൻസും കൂൺസും ഒക്കെ ഉണ്ടാക്കിയിട്ട് നാളെ ആഖിറത്തിൽ പോയിട്ട് ഇയാൾ ഇപിയുടെ ഫാനല്ലേ അയ്യടുത്ത് പോയി ചോദ്യം പറയുമ്പം നമ്മുടെ ഗതികേട് കൊണ്ട് നമ്മളവിടെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. പഠിച്ചോ നമ്മളെങ്ങനെ രക്ഷപ്പെടുത്തുക അല്ലാ, രക്ഷപ്പെടുത്തുക അല്ലാതെ നമ്മുടെ തങ്ങന്മാരില്ല ആരും റബ്ബേ നാളെ ആഖിറത്തിൽ വന്നിട്ട് നമ്മളാരും ഫാൻസ് നിൽക്കറും വേണ്ട, നമുക്ക് ആ പരിപാടിയില്ല. എല്ലാവരുടെ വാളും നമ്മൾ കേൾക്കണം, ഏത് സംഘടനയുടെ വാളും നമ്മൾ കേൾക്കണം. ഇൽമാണ് പറയുന്നെങ്കിൽ കേൾക്കണം. ഞാൻ പറഞ്ഞതാണ്. അതിൽ നിങ്ങൾ ഫബശ്ശിർ ഇബാദില്ലദീന യസ്തമിഊനൽ ഖൗല ഫയത്തബിഊന അഹ്സനാ ഉലൈകല്ലദീന ഹദാഹുമുല്ലാഹ് വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. നബിയേ, ചില ദാസന്മാർക്ക് സന്തോഷ വാർത്ത അറിയിക്കൂ നബിയേ. അവർ നല്ലത് കേട്ടിട്ട് നല്ലത് തെരഞ്ഞെടുത്തവരാണ് കേട്ടോ. അവരാണ് ഹിദായത്ത് പ്രാപിച്ചവർ, അവരാണ് വിജയം വരിച്ചവർ. എല്ലാവരുടെ വാത് കേൾക്കണം. എന്നിട്ട് നമുക്ക് അള്ള ബുദ്ധി വന്നിട്ടുണ്ടല്ലോ, നല്ലതെന്നുണ്ടെങ്കിൽ കേൾക്കും, കൊള്ളാത്തതങ്ങൾ മാറ്റിവെക്കും. കളിയാക്കാൻ പോണ്ട. ഖുർആന്റെ വാക്കല്ലേ ഇത്? ഞാൻ ഖുർആൻ ഓതിട്ടല്ലേ ഇങ്ങടുത്ത് പറയുന്നത്. അല്ല അയാൾക്ക് വേണ്ടി പ്രത്യേക ഫാന്, ഇയാൾക്ക് വേണ്ടി പ്രത്യേക ഫാന്, ആ പരിപാടി ഇസ്ലാമിലില്ല. ഇത് ജാഹിലികൾ ഉണ്ടാക്കിയതാണ്. ഇത് മുശ്രിക്കീങ്ങൾ ജൂതന്മാർ കൊണ്ടുവന്നതാണ്. ജൂതന്മാരുടെ ശൈലിയാണ്. ജൂതന്മാരെ മനസ്സിലാക്കി വർഷങ്ങൾക്ക് മുമ്പ് ഈ മുസ്ലിം സമുദായത്തെ യുദ്ധം ചെയ്ത് നശിപ്പിച്ച് കൊന്നുകളയാൻ പറ്റൂല. മുസ്ലിം സമുദായത്തെ നശിപ്പിക്കണമെങ്കിൽ ആദർശപരമായി അവരെ നശിപ്പിക്കണം. ആദർശപരമായി അവർ നശിച്ചെങ്കിൽ മാത്രമേ ഈ പരിശുദ്ധമായ ഇസ്ലാമിനെ തകർക്കാൻ കഴിയുള്ളൂ. അല്ലാതെ കുറെ എണ്ണത്തെ കൊന്നുകളഞ്ഞിട്ടൊന്നും കാര്യമില്ല. കൊല്ലാനും ചാവാനും അവർ തയ്യാറാണ്, തീയിലിട്ടാലും അവർ വെന്തുരുക്കാൻ തയ്യാറാണ്. പക്ഷേ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന അവരുടെ ഖൽബിന്റെ ഉള്ളിലുള്ള ചിന്ത അവർ മാറ്റാൻ തയ്യാറാവില്ല. നമുക്ക് വേണ്ടത്, ജൂതന്മാര് തീരുമാനമെടുത്തു, നമുക്ക് വേണ്ടത് എന്താണ്? ഇവന്റെ ആദർശത്തിൽ നമുക്ക് പ്രശ്നം ഉണ്ടാക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതെ ആരുമില്ല എന്ന ചിന്ത മാറ്റിയെടുത്തിട്ട് ഞാൻ ഇന്നവന്റെ ആരാധ്യനാണ്, ഞാൻ ഇന്നവന്റെ ആരാധകനാണ്, ഞാൻ ഇന്നവന്റെ ഫാനാണ് എന്ന് പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് മുസ്ലിം സമുദായത്തെ കൊണ്ടുവരണം. ജൂതന്മാര് വർഷങ്ങൾക്ക് മുമ്പെടുത്ത പണിയാണ്. അൽഹംദുലില്ലാഹ്, അതിപ്പോ യാഥാർത്ഥ്യായില്ലേ? ജൂതന്മാർ അന്നെടുത്ത പണിയാണ്. മുസ്ലിം സമുദായം ഇപ്പൊ നമ്മളെ ആരെങ്കിലും കൊല്ലാതെ നമ്മള് ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊന്നോടാ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതെ ആരുമില്ല, ഉറപ്പാണ്, നീ കൊന്നോ. വഇൻ ഉദ്ദിബ്ത ഔ ഹുർരിഖ്ത, നിന്നെ കൊന്നാലും വേദനിപ്പിച്ചാലും അല്ലാഹു അല്ലാതെ ആരാധ്യൻ ലോകത്തില്ല എന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ. അങ്ങനെ മരിക്കാൻ ഞാൻ തയ്യാറാണ്. അവർക്കാണ് നാളെ ആഖിറത്തിൽ ഗുണം. പക്ഷേ ഈ മനുഷ്യൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന സ്ഥാനത്ത്, ആരാധനക്കർഹൻ അല്ലാഹു എന്ന് പറയുന്ന സ്ഥാനത്ത് എന്റെ ആരാധ്യൻ മെസ്സി, എന്റെ ആരാധ്യൻ എംബാപ്പെ,
എൻ്റെ ആരാധ്യൻ നെയ്മർ, എൻ്റെ ആരാധ്യൻ റൊണാൾഡോ. ആ അവസ്ഥയിലേക്ക് കൗമ മാറിയില്ലേ? ഫാൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? അവന്റെ ആരാധകനാണ് ഞാൻ എന്നല്ലേ എന്റെ അർത്ഥം. ഫാൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? അതുകൊണ്ടാണ് അല്ലാഹു തആല ഖുർആനിൽ ഫാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അതിന്റെ അർത്ഥം എന്താ? നശിച്ചവൻ എന്ന അർത്ഥം. ദുനിയാവിൽ ഇവിടെ വെച്ച് ഇംഗ്ലീഷിൽ ഫാനാക്കി. നമ്മൾ മനസ്സിലാക്കണം, ഈ ഫാൻ, ഞാൻ ഇന്നാളിന്റെ ഫാനാണ്, ഇന്നാളിന്റെ ഫാനാണ്. അങ്ങനെ ഒരു ഫാനില്ല ലോകത്ത്. അങ്ങനെ ഒരു വാക്ക് നമ്മുടെ നാവിൽ വന്നാൽ ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന വാക്കാണത്. ഞാൻ മെസ്സിയുടെ ഫാനാണെന്ന് പറയാൻ, ഞാൻ ഒരുപാട് സ്ഥലത്ത് വാതിന് പോയിട്ട് ഭക്ഷണം കഴിക്കാൻ വീട്ടിൽ പോകുമ്പോൾ കൊച്ചു കുട്ടികളെ തലക്കൊന്ന് പിടിച്ചൊന്ന് ഊതി ഉസ്താദ് എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവരുമ്പോൾ ഞാൻ ചോദിക്കടാ, നീ ആരുടെ ഫാനാ? ചുമ്മാ ചോദിക്കാം. ഞാൻ മെസ്സി ഉസ്താദ്. അങ്ങനെയുണ്ട്. കൊച്ചുകുട്ടി പറയാണ്, 10 വയസ്സ്. ആരുടെ ഫാൻ? ആ കുട്ടി പറയാണ്. അതിന്റെ ഏറ്റവും വലിയ തെളിവല്ലേ നമ്മുടെ കുട്ടി ധരിക്കുന്ന ജേഴ്സി, ആ തുണി, ആ ടീഷർട്ട്, മെസ്സി നമ്പർ 10. ഇതിട്ടിട്ടല്ലേ പള്ളിക്ക് വരുന്നത്, ഇതിട്ടിട്ടല്ലേ മദ്രസയ്ക്ക് വരുന്നത്, ഇതിട്ടിട്ടല്ലേ ജുമാക്ക് പോണത്, ഇതിട്ടിട്ടല്ലേ വാതിന് വരുന്നത്.